ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. ഫെബ്രുവരി മാസത്തെ പെൻഷന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും. അവർക്ക് ആശ്വാസമേകിക്കൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ പ്രഖ്യാപനം. നമ്മൾ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ബെൽ ബട്ടൺ എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു. ഇതിനായി 812 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. അടുത്ത ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. പണഞ്ഞെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പിലാക്കുന്നത്. പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിന്റെ 98% സംസ്ഥാനം കണ്ടെത്തുന്നു. 2% താഴെ മാത്രമാണ് കേന്ദ്ര വിഹിതം. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 6.8 ലക്ഷം പേർക്ക് ശരാശരി 300 രൂപ വരെ കേന്ദ്ര സഹായം ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ പ്രതിമാസം പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു. വാർദ്ധക്യ, വികലാംഗ, വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത്. എന്തായാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് ഫെബ്രുവരി മാസത്തെ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ്. ഇനി ലഭിക്കാനുള്ളത് മുടങ്ങിക്കിടക്കുന്ന 3 ഗഡുക്കളാണ്. 4800 രൂപയാണത്. 4800 രൂപ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ തന്നെ നൽകി തീർക്കുമെന്ന് സർക്കാർ മുൻപേ അറിയിച്ചിട്ടുള്ളതാണ്. 2025-26 സാമ്പത്തിക വർഷത്തിലാണ് 4800 രൂപ നൽകി തീർക്കുക. എന്തായാലും ഫെബ്രുവരി മാസത്തെ പെൻഷനും യാതൊരു മുടക്കവുമില്ലാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. 2024 മാർച്ച് മുതൽ ഇന്നേ വരെ ഒരു മാസവും പെൻഷൻ മുടങ്ങിയിട്ടില്ല. നൽകാനുള്ള പെൻഷന്റെ പെൻഡിംഗ് തുക ഓരോ മാസത്തിലും അധികമായി ആഡ് ചെയ്തും നൽകിയിട്ടുണ്ട്. ഇനി വരുന്ന നാളുകളിലും മുടക്കമില്ലാതെ നൽകുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കട്ടെ. താങ്ക്